ശബരിമല അടക്കമുള്ള ക്ഷേത്രങ്ങളിലെ കോടതി ഇടപെടലിൽ വിമർശനം തുടർന്ന് ദേവസ്വം മന്ത്രി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ സർക്കാരിന് സ്വതന്ത്രമായി ഇടപെടാൻ കഴിയുന്നില്ല, ശബരിമലയിൽ ഒന്നും ചെയ്യാനാകുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ശബരിമല തന്ത്രി സ്ഥാനത്ത് മകനെ നിയമിക്കണം എന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ ആവശ്യം ബോർഡ് കോടതിക്ക് വിട്ട നിലപാട് ശരിയല്ലെന്നും മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. അല്ല, അതൊന്നും ഇപ്പോൾ സർക്കാരിൻ്റെ മുമ്പിലുള്ള കാര്യങ്ങളല്ല. അത് ദേവസ്വം ബോർഡ് തീരുമാനിക്കേണ്ട വിഷയമാണ്. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് തന്ത്രി കുടുംബത്തിനാണ് അവകാശം. പക്ഷേ ഇപ്പോൾ ഇവിടെ ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോൾ താഴമൺ തന്ത്രി സംശയത്തിൻ്റെ നേരിലാണ്. അതുകൊണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു എന്നെ മാറ്റി എൻ്റെ മകനെ വെക്കണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ദേവസ്വം ബോർഡിന് തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ദേവസ്വം ബോർഡ് അത് ഹൈക്കോടതിന് വിട്ടു. കൂടുതൽ വിവരങ്ങളുമായി പ്രസാദ് ഉടുമ്പശ്ശേരി അവിടെ ചേരുന്നു. പ്രസാദ്, കഴിഞ്ഞ ദിവസവും ഹൈക്കോടതിയുടെ ഇക്കാര്യത്തിലെ നിലപാടോടുള്ള അതൃപ്തി മന്ത്രി കെ മുരളീധരൻ പ്രകടിപ്പിച്ചിരുന്നു. ഇന്നിപ്പോൾ അദ്ദേഹം കുറെ കൂടെ വിശദീകരിക്കുകയാണ് കാര്യം, അല്ലേ? തീർച്ചയായും സനീഷ്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം മന്ത്രി പറയുന്നത് ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ സർക്കാരിന് കൃത്യമായി ഇപ്പോൾ ഇടപെടാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അതിലെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുമ്പിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഇപ്പോൾ SIT ആണ്, പ്രത്യേക അന്വേഷണ സംഘമാണുള്ളത്. പക്ഷേ അത് ഹൈക്കോടതിയുടെ നിയന്ത്രണത്തിലാണുള്ളത്. പക്ഷേ ഇത്രയുമായിട്ടും SIT കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല. കുറ്റപത്രം സമർപ്പിക്കാൻ വൈകും തോറും പ്രതികൾക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വർദ്ധിക്കുകയാണ്. എന്നാൽ കുറ്റപത്രം വളരെ വേഗത്തിൽ സമർപ്പിക്കണമെന്ന് ഹൈക്കോടതിയും ആവശ്യപ്പെടുന്നില്ല എന്നുള്ളൊരു വിമർശനമാണ് മന്ത്രി പറയുന്നത്. അത് മാത്രമല്ല, ഈ മറ്റ് ദേവസ്വം ബോർഡിനെ പോലെയല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ കാര്യത്തിൽ സർക്കാരിന് സ്വതന്ത്രമായി ഒന്നും തന്നെ ചെയ്യാൻ കഴിയാത്ത ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. എല്ലാ കാര്യങ്ങളിലും കോടതി ഇടപെടുന്ന ഒരു സാഹചര്യമുണ്ട്. അത് ഒഴിവാക്കണം, കുറച്ചുകൂടി സ്വതന്ത്രമായി സർക്കാരിന് ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് അത് മാറണം എന്നതുകൂടി അദ്ദേഹത്തിന്റെ വിമർശനമായി പറയുന്നുണ്ട്. മറ്റൊന്ന്, ശബരിമലയുടെ തന്ത്രി വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെയാണ് BJPയുടെ നേതാവ് KS രാധാകൃഷ്ണൻ രൂക്ഷമായ വിമർശനം താഴമൺ കുടുംബത്തെക്കുറിച്ച് ഉന്നയിക്കുന്നത്. അതിൽ തന്ത്രിമാരെ മാറ്റണമെന്ന ആവശ്യമാണ് BJP നേതാവ് പറഞ്ഞിട്ടുള്ളത്. അതിനുള്ള മറുപടി എന്ന നിലയ്ക്ക് അദ്ദേഹം പറയുന്നത് സർക്കാർ എന്തായാലും ഇപ്പോൾ ആ വിഷയത്തിൽ ഇടപെടാൻ ആലോചിക്കുന്നില്ല. അത് ദേവസ്വം ബോർഡിനാണ് തന്ത്രിമാരെ നിയമിക്കാനുള്ള അധികാരമുള്ളത്. പക്ഷേ മറ്റൊരു തന്ത്രിയെ, ഇപ്പോൾ നിലവിലെ പുതിയ തന്ത്രിയെ നിയമിക്കണമെന്ന താഴമൺ കുടുംബത്തിന്റെ ആവശ്യത്തോട് ദേവസ്വം ബോർഡ് പ്രതികരിച്ചിരിക്കുന്നത് അവരൊരു പട്ടിക ഹൈക്കോടതിക്ക് സമർപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ആ നടപടിയും ശരിയല്ല. ദേവസ്വം ബോർഡിന് സ്വന്തമായി തീരുമാനിക്കാവുന്നതാണ്. പക്ഷേ അതിലും ഹൈക്കോടതിയുടെ സഹായം തേടിയിരിക്കുന്നു. അതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്.